കുറച്ചുകൂടി യുണീക്നെസ് തോന്നിയത് സൈക്കോളജിനെ കുറിച്ച് പറഞ്ഞതാണ്. ക്ലയന്റ് സൈക്കോളജിനെ കുറിച്ച് പറഞ്ഞു, കസ്റ്റമർ സൈക്കോളജി. അതെന്താണ് ആക്ച്വലി കസ്റ്റമർ സൈക്കോളജി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സെയിൽസിൽ സൈക്കോളജി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ? ഡെഫിനറ്റ്ലി. സിമ്പിളായിട്ട് മീനാക്ഷി ഒരു പ്രോഡക്റ്റ് വിൽക്കുക. ഓക്കെ, മീനാക്ഷി ഒരു കസ്റ്റമറായിട്ടൊന്ന് കണ്ടേ. മീനാക്ഷിക്ക് ഈ പ്രോഡക്റ്റ് എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോട് ഇഷ്ടം തോന്നാം, നിങ്ങൾ എന്തുകൊണ്ടൊക്കെ ഇത് വാങ്ങാം, എന്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിന് നോ പറയാം, എന്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാം, ഇങ്ങനെ അടങ്ങുന്ന കുറേ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ദാറ്റ് ഐ എം എ കസ്റ്റമർ, എനിക്കിത് എന്തിന് വേണം, എനിക്ക് എന്തുകൊണ്ടൊക്കെ ഇത് വേണ്ട, എങ്ങനെ അടങ്ങുന്ന കുറേ ആസ്പെക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ആളുകളുടെ പ്രായം. നമ്മൾ ഡീൽ ചെയ്യുന്ന കസ്റ്റമറിൻ്റെ ഏജ് 20 മുതൽ 25കാരൻ്റെ സൈക്കോളജി വ്യത്യസ്തമാണ്, 25 മുതൽ 35കാരൻ്റെ സൈക്കോളജി വ്യത്യസ്തമാണ്, 40 മുതൽ 45, അങ്ങനെ ഏജ് ക്രൈറ്റീരിയ ഡിഫറെൻ്റ് ആണ്. ഇനി സ്ഥലം പത്തനംതിട്ട മുതൽ അങ്ങ് കാസർഗോഡ് വരെ നോക്കിയാൽ, തിരുവനന്തപുരം മുതൽ അല്ലേ, ജില്ലകൾക്ക് വ്യത്യാസമാണ് ആളുകൾക്ക് ഓരോന്നിനോടുള്ള അപ്രോച്ച്. ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എടുത്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് സെല്ല് ചെയ്യാൻ കഴിവുള്ളവന് എവിടെ പോയാലും കൃത്യമായിട്ട് അയാളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കസ്റ്റമർ സൈക്കോളജിയും അതേപോലെ തന്നെ സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും സൈക്കോളജി മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ട്രെയിനിങ്ങിനകത്ത് ഫസ്റ്റ് സബ്ജക്റ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന അതാണ്. ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്കോളജി ഓഫ് സെയിൽസ് ആൻഡ് പർച്ചേസ്. ഒരു മനുഷ്യൻ എന്തിനാണ് വാങ്ങുന്നത്, ഒരു മനുഷ്യൻ എന്തിനാണ് വാങ്ങണ്ടാത്തത്? ഏറ്റവും സിമ്പിളസ്റ്റ് ചോദ്യമാണ്. മീനാക്ഷിക്ക് എപ്പോഴും മറ്റൊരാളോട് പറയാൻ അയാൾ എനിക്കിത് വിറ്റു എന്നാണോ ഞാനിത് വാങ്ങി എന്ന് പറയുന്നതാണോ ഇഷ്ടം? അല്ലേ? അപ്പം ഒരാൾ ടാക്കിൾ ചെയ്ത് വിറ്റിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സങ്കടമായിരിക്കും ഉണ്ടാകും, മനസ്സിലൊരു എനിക്ക് വേണ്ടാത്തൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയല്ലോ. കസ്റ്റമറിന് അപ്പോൾ ഇതൊന്നും തോന്നാൻ പാടില്ല. കസ്റ്റമറിന് ഇൻറ്റിമസിയും കസ്റ്റമറിന് ആ പ്രൊഡക്റ്റിനോടുള്ള വാല്യൂ, ആ പ്രൊഡക്റ്റിനോടുള്ള ബന്ധം, ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോടുള്ള ബന്ധം, ആ സെയിൽസ്മാനോടുള്ള ബന്ധം, ഇങ്ങനെ എല്ലാം കൂടെ ഇഴുകി ചേർന്ന് അതൊരു ഗോളമായി മാറുമ്പോഴാണ് അവിടെ കൺവേർഷൻസ് നടക്കുന്നത്. ഇത് സൈക്കോളജി അറിയാമെങ്കിലേ നടക്കുകയുള്ളൂ. ഒരാൾ സംസാരിക്കുക, ഹലോ, ഈ മൂളലിലുണ്ട് അയാൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്, അയാൾ ഇറിറ്റേറ്റഡ് ആണോ അല്ലയോ, അയാൾ ദേഷ്യത്തിലാണോ അല്ലയോ. പക്ഷെ നമ്മളെല്ലാവരും ചെയ്യുന്ന, ഹലോ ഹായ് സാർ നമസ്കാരം, ഞാൻ വിളിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്, എൻ്റെ പേര് മീനാക്ഷി എന്നാണ്, സാറിന് ഇപ്പോൾ ഓക്കെ ആണോ സംസാരിക്കാൻ? അല്ല, ഇതല്ല രീതി. ഈ രീതികൾക്കൊക്കെ വ്യത്യാസം വരേണ്ട സമയം കഴിഞ്ഞു. സൈക്കോളജി ബേസ്ഡ് ആണ്. ആളുകളോട് സംസാരിക്കേണ്ടത് ആളുകളുടെ ടൈമും ഫ്രെയിമും അനുസരിച്ച് തന്നെയാണ്. അതിന് ടോൺ, മോഡുലേഷൻ, ഫേസ് അടങ്ങുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മീനാക്ഷിക്ക് അതായിരിക്കും ഇഷ്ടം. ഹലോ മീനാക്ഷിയാണോ എന്ന് ചോദിക്കുന്നതാണോ, ഹായ് മാം അല്ലെങ്കിൽ ഹായ് മീനാക്ഷി, ഞാൻ ജാക്സൺ ആണ്, ഏതാ ഇഷ്ടപ്പെട്ടത്? രണ്ടാമത്തെ. ഈ ചില വേർഡ്സ് ഡിഫറൻസ് ഉണ്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പം പല ലീഡ്സിലും ഓൾറെഡി പേരുണ്ടാവും. എന്നിട്ട് മോസ്റ്റ്ലി, അതായത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഇതുവരെ കോൾ റെക്കോർഡിങ്സ് നമ്മൾ കേൾക്കുമല്ലോ, അതിൽ കേട്ടിട്ടുള്ളതിൽ മീനാക്ഷിനെയാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ, ഹലോ ഇത് മീനാക്ഷി മാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ എന്തായി, സ്ട്രേഞ്ചറായി. അപ്പൊ റെപ്റ്റൈൽ ബ്രെയിൻ, ബാക്കിലുള്ള ബ്രെയിൻ ട്രിഗർ ചെയ്യും, സ്ട്രേഞ്ചർ ആണ്, ഇയാളോട് നോ പറ. അതാണ്. അപ്പൊ അതേസമയം ഇങ്ങനെ ചോദിക്കാം, ഹായ് മീനാക്ഷി മാം, ഇത് ബിജോ ആണ് മാം എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങാം. ഹായ് മീനാക്ഷി, അപ്പൊ പറയൂ എന്താ, അങ്ങനെ ചോദിക്കാം. ചെറിയൊരു വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഇങ്ങനെയും വേറൊരു വ്യത്യാസമുണ്ട്. ഇപ്പം പറഞ്ഞു, ഹായ് മാം, ഞാൻ ഇന്ന കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്, സോ മാം ഒരു 2 മിനിറ്റ് ഫ്രീ ആണോ സംസാരിക്കാൻ? അങ്ങനെ ഫ്രീ ആണോ സംസാരിക്കാന്ന് ചോദിച്ചാൽ പലപ്പോഴും അവരുടെ മൂഡ് അനുസരിച്ച് മോസ്റ്റ്ലി അല്ല എന്ന് പറയും, അല്ല ഇപ്പൊ ഞാൻ തിരക്കില്ലാന്ന് പറയും, ചിലപ്പോൾ പറയും ആണെന്ന് പറയും. രണ്ടു ഉത്തരം കിട്ടും. പക്ഷെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക ക്വസ്റ്റ്യൻ. ആണെന്ന് പറയുമ്പോൾ വേറെ കുഴപ്പമുണ്ട്, നിങ്ങൾ പെട്ടെന്ന് കാര്യം പറഞ്ഞു അതുണ്ടാവും. അതേസമയം നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, മാം ഞാൻ 2 മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ യെസ് എന്നേ പറയുള്ളൂ മോസ്റ്റ്ലി. കാരണം ആ സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു വേർഡ് ഡിഫറൻസേ ഉള്ളൂ, പക്ഷെ ഇതിൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ട്, ഭയങ്കര റിസൾട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സൈക്കോളജി പരമായിട്ട് വിവരം, ആ നോളജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ മാറ്റി ചിന്തിക്കാനും ചെയ്യാനൊക്കെ ഒരു സെയിൽസ് പേഴ്സണ് സാധിക്കുള്ളൂ. അതാണ് നമ്മൾ ഈ സൈക്കോളജി ഓഫ് സെയിൽസിലൂടെ പഠിപ്പിക്കുന്നത്. സൈക്കോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയത്തില്ലേ, ഒരു കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ജീവിക്കണമെങ്കിൽ സൈക്കോളജി അറിയണം. നമ്മൾ ഓപ്പോസിറ്റ് 2 ജെൻഡേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും, അമ്മായിമ്മയുടെ അറിയണം, അമ്മായിപ്പൻ്റെ അറിയണം, നാട്ടുകാരനെ അറിയണം.
അതേപോലെയാണ് സെയിൽസും. സെയിൽസ് ജീവിതത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ പൾസാണ്, നമ്മുടെ ഹൃദയെടുപ്പാണ് സെയിൽസ്. സെയിൽസ് ഇല്ലെങ്കിൽ വി ആർ നത്തിങ്. ഈ ഭൂമി തന്നെ ഇരുട്ടിലാകും. അപ്പം സെയിൽസിൻ്റെ സൈക്കോളജി ഉണ്ട്. ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങുന്നതിന് അതിനൊക്കെ പർച്ചേസിനും സൈക്കോളജി ഉണ്ട്. ഒരു കസ്റ്റമർ ആകുമ്പോൾ കസ്റ്റമറിൻ്റെതായിട്ടുള്ള സൈക്കോളജി ഉണ്ട്. സോ ഡെഫിനറ്റ്ലി എവ്രിബഡി ഹൂ ദോസ് ആർ ഇൻ സെയിൽസ്, നിങ്ങൾ ഓരോരുത്തരും സെയിൽസിനാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സൈക്കോളജി ഈസ് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിയുടെ കോഴ്സിനൊക്കെ പോകണം നല്ലതാ. കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും സെയിൽസിന്റെ. ഇപ്പൊ ഒരു ലേഡിയോടാണ് സംസാരിക്കുന്നതെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സ് പോലെയല്ല ഒരു മെൻ, അത് ലേഡീസിന് ഒരു കാര്യത്തിനെ നോക്കി കാണുന്ന പോലെയല്ല ആയിരിക്കും അവര് ഇതിനെ ഒരു മെയിലായിട്ടുള്ള ഒരാൾ കാണുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിനെ പിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് സൈക്കോളജി പരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നോളജ് വേണം. പിന്നെ ഇപ്പോൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ് അറിയാത്തതാണ് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത. എല്ലാവരും നന്നായി സംസാരിക്കും കേട്ടോ. ഒരുവിധം സെയിൽസ് ടീമിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ നമ്മൾ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ഒരു കോളിന്റെ അവസാനം വരെ 10 മിനിറ്റ് ഉണ്ടെങ്കിൽ 8 മിനിറ്റ് വരെ ഓക്കെയാണ്. അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ, സിനിമ കാണുന്ന പോലെ. പക്ഷെ ക്ലോസിങ് അറിയത്തില്ല, എങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് പേയ്മെന്റ് വാങ്ങണം എന്ന് അറിയില്ല. അവിടെ ആണ് സെയിൽസ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ഒബ്ജക്ഷൻ മിക്കവാറും എന്താ പറയാ, സർ ഞാൻ ആലോചിച്ചിട്ട് പറയാം, ഞാൻ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറോട് ചോദിച്ചിട്ട് പറയാം, അല്ല എന്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിൽ ഇട്ട് നാളെ പറയാം. സത്യം പറഞ്ഞത് എന്താ, ഇതെല്ലാം ഒബ്ജക്ഷൻ ആണ്. അയാൾക്ക് ആ പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ ഈ സംസാരിച്ച വ്യക്തിയിലോ എന്തൊക്കെയോ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ പേയ്മെന്റ് ബഡ്ജറ്റ് അയാൾക്ക് പറ്റിയിട്ടില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദി സെയിൽസ് പേഴ്സൺ എന്താ ചെയ്യാ, ആണോ അന്ന് സാർ ഒരു ഞാൻ ഡീറ്റെയിൽ അയക്കാം, സാറ് ആലോചിച്ചിട്ട് സാറ് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ ഗോസ്റ്റ് ചെയ്യും. കഴിഞ്ഞ് ഫോൺ എടുക്കില്ല, വാട്സപ്പിൽ കുറെ മെസ്സേജ് അയക്കും, കാണൂല, ഗോസ്റ്റ് വിളിച്ചാൽ എടുക്കൂല. ചിലപ്പോൾ ജെനുവിൻലി തിരക്കുള്ളവരുണ്ടാവും, എന്നാലും മോസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഗോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് ആ പ്രൊഡക്റ്റിനോടും ആ വ്യക്തിയോടും കണക്ഷൻ ഫീൽ ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ റൈറ്റ് ആയിട്ടുള്ള പ്രോബ്ലം അവിടെ അനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, നീഡ് അനാലിസിസ് നടന്നിട്ടില്ല. പക്ഷേ സെയിൽസ് പേഴ്സൺ എന്താ ആലോചിക്കുക, സാറേ നമ്മുടെ പ്രോഡക്റ്റ് അവർക്ക് വേണ്ട, പക്ഷെ വിളിക്കാമെന്ന് പറഞ്ഞു സാറേ, പിന്നെ അതെപ്പോൾ വിളിക്കുന്നില്ല. എന്നിട്ട് കുഴപ്പം നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ റേറ്റ് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ല, 50,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇവിടെ ആളുണ്ട്, 5 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഇവിടെ ആളുണ്ട്. അത് മാത്രമല്ല, ഈ 5 ലക്ഷമാണ് ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ്, 4.5 ലക്ഷം രൂപയാണ് ഒരു പ്രൊഡക്റ്റ്. വേറൊരു കോമ്പറ്റീറ്റർ നമ്മുടെ തമ്മിലുള്ള 5 ലക്ഷം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ സെയിൽസ് പേഴ്സന്റെ ആ റിലേഷൻ മേക്കിങ്ങും ട്രസ്റ്റ് ബിൽഡിങ്ങും കാരണം ഈ 50,000 രൂപ ഗ്യാപ്പ് വരെ കസ്റ്റമേഴ്സ് വേണ്ടാന്ന് വെക്കും. അങ്ങനെയുള്ളവരുണ്ട്. കാർ ഫോർ എക്സാമ്പിൾ, റിലയബിൾ സർവീസ് സെന്റർ, ആ ഒരു റിലയബിൾ ആണെന്ന് കൊണ്ട് മാത്രം അവിടെ പ്രൈസ് കൂടുതൽ കൊടുത്ത് കാർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ കാറോ പ്രൈസോ അല്ല പ്രശ്നം, അവരുടെ ട്രസ്റ്റ് ആണ്. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ കോമ്പറ്റീറ്ററിന്റെ പ്രൈസ് കുറവാണെങ്കിലും ബീറ്റ് ചെയ്യാൻ പറ്റും. സർവീസും ഇതെല്ലാം എനിക്ക് അത്ര റിസൾട്ട്. ചില ക്ലയന്റ് ഉണ്ട്, അവർക്ക് സർവീസ് ഒന്നും ഒരു വിഷയമല്ല, എനിക്ക് എന്ത് കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് പൈസ കുറഞ്ഞു കിട്ടണം. അങ്ങനെയുള്ളവരെയൊക്കെ ടാക്കിൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ല, അതിന് ഇത്ര സിമ്പിളായിട്ട് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന 100 കസ്റ്റമറിൽ 20 പേര് നിങ്ങളുടെ കസ്റ്റമർ അല്ല, വിട്ടുകളാ. ബാക്കി 80 പേരെ ക്ലോസ് ചെയ്താൽ മതി. അങ്ങനെയുള്ള കസ്റ്റമർ ചിലപ്പോൾ ശല്യമായിരിക്കും. അപ്പൊ നമ്മൾ അതല്ല, 100ൽ 100 ചെയ്യുന്നതും നല്ല സെയിൽസ് പേഴ്സൺ അല്ല. കാരണം അവിടെ ഉടായ്പ കാണിക്കേണ്ടവരും, എന്തും പറഞ്ഞ് സെല്ല് ചെയ്യേണ്ടവരും, എങ്ങനെയും സെല്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ വാല്യൂ ഇല്ല, കമ്പനിക്ക് ക്രെഡിബിലിറ്റി ഇല്ല, ഒന്നുമില്ല. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യണം, സാർ ഇത് കേടായിക്കോ, ഞാൻ 4 വർഷം കഴിഞ്ഞാലും മാറിത്തരാം എന്ന് പറഞ്ഞ് ഞാൻ സെല്ല് ചെയ്ത് ഞാൻ ആ കമ്പനിയിൽ നിന്ന് പോയി. 4 വർഷം കഴിയുമ്പോൾ ഇത് കേടായിട്ട് അയാൾ വരുമ്പം ആ കമ്പനികളിൽ തെറിവിളി കേൾക്കുന്നത്. ഞാൻ എൻ്റെ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്തും പറഞ്ഞ് സെല്ല് ചെയ്തു. 1 വർഷമായിരുന്നു വാറണ്ടി. സെല്ല് ചെയ്യാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞു, 4 വർഷം കഴിഞ്ഞാൽ സെല്ല് പൊക്കോളും എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വിൽക്കുന്ന സെയിൽസ്മാൻമാർ ഇവിടെ ഉണ്ട്. ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഇൻഷുറൻസ് സെല്ല് ചെയ്യത്തില്ലേ, ഈ ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നവർ ഭയങ്കര ഇങ്ങനെയുള്ള കാര്യത്തില്. അപ്പൊ ഞാൻ എൻ്റെ മദറിനും ഫാദറിനും വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി ഒരുത്താൻ വിളിച്ചു, തമിഴ്നാട്ടിലൊരാളാണ്. പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ആളിത്തിരി ഫേക്ക് ചെയ്യാൻ പറഞ്ഞു എന്നോട്. ഈ ഇൻഷുറൻസ് സാർ ഇങ്ങനെ എടുത്ത പൈസ കുറഞ്ഞു കിട്ടും, കുറച്ച് കാര്യങ്ങൾ നമുക്ക് മറച്ചു വെക്കാന്ന് പറഞ്ഞു, കണ്ടീഷൻസ്. എനിക്കറിയാം ഇൻഷുറൻസിൽ ചെറിയ സാധനം മതി, വലിയ ഇഷ്യൂസ് ഉണ്ടാക്കും ഇവര്, നമുക്ക് ക്ലെയിം തരാണ്ടിരിക്കുക. അപ്പോഴാണ് ഇയാൾ, അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ ശരി, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു,
നാളെ ഒരു ഹോസ്പിറ്റൽ കേസിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നേരത്ത് ഇവരിത് കണ്ടുപിടിച്ചാൽ എന്ത്, സാർ അതൊന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനാണ് സാറിന് ഇൻഷുറൻസ് തരണേ, എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവരെ പറഞ്ഞ് ഡീൽ ചെയ്ത് ഇൻഷുറൻസ് പാസ്സാക്കി തരാം. എനിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനൊരു സംഭവം നടക്കില്ല. കാരണം 5 ലക്ഷത്തിന്റെ ക്ലെയിം ഈ സെയിൽസ് പേഴ്സൺ ഡീൽ ചെയ്താലൊന്നും നടക്കൂല ഇൻഷുറൻസ്. എന്നിട്ട് സംഭവം എന്താ അറിയോ, ഇൻഷുറൻസ് നോർമലി തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇയാളെ വിളിച്ചിട്ട് എടുക്കണില്ല, ഇയാളാ കമ്പനിയിലേ ഇല്ല. അപ്പൊ എനിക്ക് ഓൾറെഡി ഇയാളെ വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ എന്താ, അത് പ്രൂഫായില്ലേ. അതേസമയം അപ്പൊ ഇങ്ങനെയുള്ള എന്റെ വിശ്വാസം തകർത്ത് എനിക്ക് തോന്നുകയാണ് ഇയാൾ പറയണ ഫേക്ക് ആണെന്ന് തോന്നിയാ പിന്നെ ഒരിക്കലും അയാളുടെ ആ പ്രൊഡക്റ്റ് എടുക്കില്ല. അയാളുടെ എടുക്കില്ല, ചിലപ്പോൾ കമ്പനിയെ എടുക്കില്ല. കാരണം ഈ കമ്പനി പഠിപ്പിച്ചു കൊടുത്താൽ ചിന്തിക്കുള്ളൂ. പക്ഷേ ആക്ച്വലി ആ സെയിൽസ് പേഴ്സന്റെ തെറ്റാണ്. അയാൾക്ക് മന്ത്ലി ക്ലോസിങ് ചെയ്യാൻ വേണ്ടി അയാൾ കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങളാവാം. പക്ഷെ അപ്പൊ ഇവിടെ പോകുന്നത് ഇങ്ങനെ. അപ്പം ഇതിന് റൈറ്റ് ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. പിന്നെ മെയിൻ സാധനം, കസ്റ്റമേഴ്സ് ഇപ്പൊ ഭയങ്കര അത്യാവശ്യം നോളജ് ഉള്ളവരാ. കാരണം എന്താ, പല യൂട്യൂബിലും AI-നോടും ചോദിച്ചിട്ടൊക്കെ വരുമ്പോ ഒരുവിധം ഒന്നും ഫേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഫേക്ക് ചെയ്താലോ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സന്റെ എന്താ പറയാ ഒരു അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാലോ അവിടെ സെയിൽസ് നടക്കില്ല. കാരണം എന്താ, കസ്റ്റമർക്ക് ഇയാളെക്കാളും നോളജ് ഉണ്ട്, കസ്റ്റമർ ഡോമിനേറ്റ് ചെയ്യുക. അവിടെ തന്നെ സൈക്കോളജിക്കലി ഇയാളെ കണക്ട് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ പറ്റില്ല, പ്രോസ്പെക്ട് പോകും. കസ്റ്റമറെ പൊട്ടനാക്കാതിരിക്കുക. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ, കസ്റ്റമർ രാജാവാണ്, കസ്റ്റമർ ഇസ് ദ കിങ് എന്ന്. അത് ഏത് ആസ്പെക്റ്റിലാണെന്നറിയോ? കസ്റ്റമർ രാജാവാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു രാജാവിന് ഒറ്റയ്ക്ക് രാജ്യഭരണം പറ്റുമോ? പറ്റില്ല. രാജാവിന് നമ്മൾ നല്ലൊരു മന്ത്രിയാകുക എന്നുള്ളതാണ്. അയാൾക്ക് വേണ്ടത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കസ്റ്റമറിന് അറിയില്ല അവർക്ക് എന്താ വേണ്ടേ, കസ്റ്റമറിന് ഇതുകൊണ്ട് എന്താണ് റൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്ഷൻ നടക്കുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണ്. അതൊരു നല്ല മന്ത്രിയെ പോലെ, ഒരു രാജഗുരു പോലെ അവർക്ക് ഡെറിവേറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായി അലൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് സെയിൽസുകാരൻ്റെ പണി. സെയിൽസുകാരനപ്പം കസ്റ്റമർ രാജാവാണെങ്കിൽ സെയിൽസ്മാൻ മിനിമം ഒരു മന്ത്രിയെങ്കിലും ആകാൻ ശ്രമിക്കുക. അയാൾ അവൻ്റെ മന്ത്രി ആയാൽ ആ രാജാവിന് കൃത്യമായി ആ രാജ്യം കൃത്യമായി ഭരിക്കാൻ പറ്റും. കാരണം നമ്മൾ ഒരു വിൽക്കുന്ന പ്രൊഡക്റ്റാണ് അയാളുടെ ലൈഫിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ ടെക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വണ്ടർഫുൾ ചേഞ്ച് അല്ലേ. അയാൾക്ക് നല്ലൊരു കോഴ്സ് കിട്ടുന്നു, അയാൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നു. ഒരു ടേബിളാണ്, ആ ടേബിൾ അയാളുടെ വീട്ടിലത് കൊണ്ടുവച്ചാൽ ചേരുവോ ഇല്ലയോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോരെ. ആ ടേബിളിൻ്റെ ഡ്യൂറബിലിറ്റി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ. അപ്പൊ ഇങ്ങനെ അടങ്ങുന്നതെല്ലാം കൃത്യമായി ഡെറിവേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രി അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്ന എന്താ, ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവരോട് കുറേ ഉപദേശിക്കലല്ല അവർ ചെയ്യുക. അവർ കുറേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ല. 1 hour സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ 1 hourൽ ഒരു 50 മിനിറ്റും എന്താ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരിൽ നിന്ന് കേൾക്കാനാ ശ്രമിക്കുക, അവരുടെ സൈക്കോളജി മനസ്സിലാക്കി അവർക്ക് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ മനസ്സിലാക്കലാണ് ഇവിടെ ഇല്ലാത്ത സെയിൽസ് ടീമിന്. അപ്പോൾ അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാം. അവിടെ അതിന് ഒരു ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താ, ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ഓപ്ഷൻ. ഇങ്ങനൊരു ഒബ്ജക്ഷൻ ഒരാൾ പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞാൽ അവിടെ അവരെ ഫോൺ കട്ട് ചെയ്ത് വിടാൻ പാടില്ല. അവിടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, സർ എന്താണ് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ, ഏത് കാര്യമാണ്, പ്രൈസിന്റെ കാര്യമാണോ, പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ കാര്യമാണോ, എന്ത് കാര്യമാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ആ കാര്യത്തിൽ സാറിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾ ഒരു ഉത്തരം തരാതിരിക്കാൻ അയാൾക്ക് പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടുപോയി. അപ്പൊ അയാൾ എന്തെങ്കിലുമൊക്കെ ഓൾമോസ്റ്റ് ഒരു 90% അയാൾ ഒരു ഉത്തരം തരും. അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. അയാൾ പറയും എനിക്ക് പ്രൈസാണ് ഇത്തിരി പ്രശ്നം, എനിക്കത് നോക്കണം. അപ്പോൾ പിന്നെ നമുക്ക് അതേ പിടിച്ച് കയറാൻ പറ്റും. ഇത് ചോദിച്ചില്ലെങ്കിലോ അയാളിപ്പോൾ അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സ്ഥലത്ത് വളരെ പൊളൈറ്റായിട്ടും വളരെ സ്മാർട്ടായിട്ടും ട്രിക്കി വേയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെയിൽസിൽ ഒരു റൂൾ ഉണ്ട്, 70-30 റൂൾ എന്ന് പറയും. 70% കസ്റ്റമറാ സംസാരിക്കണ്ടേ, 30% വീണ്ടും നമ്മൾ 10% ക്വസ്റ്റ്യൻസാ ചോദിക്കണ്ടേ, 20% മാത്രമേ ഒരു സെയിൽസുകാരൻ സംസാരിക്കാൻ പാടുള്ളൂ. മനസ്സിലായി? പക്ഷെ ഇവിടെ ആക്ച്വലി തിരിച്ചാ. സെയിൽസുകാരൻ ഹലോ സാറേ നമസ്കാരം, ഞാൻ വിളിക്കുന്നത് ബ്ലാ 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 ബ്ലാ, അവനെ 80% സംസാരിക്കുന്നത്, 20% കസ്റ്റമർ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ എങ്ങനെ കസ്റ്റമറെ മനസ്സിലാക്കാൻ പറ്റും? ആലോചിച്ചിട്ട് പറയാം സാർ എന്ന് പറഞ്ഞിട്ട് ആൾ പോകും. എന്താണ് അപ്പൊ 70% കസ്റ്റമറെയും കൊണ്ട് സംസാരിപ്പിക്കുകയും 10% വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കണം. സാർ എന്തുകൊണ്ടാണ് ഇത് വേണ്ടാത്തത്, എന്താണ് സാറിന്റെ പ്രോബ്ലം, ഇത് തന്നെയാണോ സാർ നോക്കിയത്? ഇങ്ങനെ അടങ്ങുമ്പം അയാളോട് തന്നെ
ആണല്ലോ സംസാരിക്കുന്നത്, എൻ്റെ നീഡ് നീഷ്യം അല്ലെ എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് വേണ്ട ഒരാളാണല്ലോ ഇതെന്ന് അയാൾക്ക് തോന്നുകയും ആ പ്രൊഡക്റ്റിനോടും ആ വ്യക്തിയോടും അയാൾക്ക് സ്നേഹം തോന്നുക അല്ലെങ്കിൽ മനസ്സിലാക്കുക തുടങ്ങുന്നിടത്താണ് കൺവേർഷൻസ് നടക്കുന്നത്. ഇതൊരു സൈക്കോളജി, ഇത് പച്ചയായ സത്യമാണ്. സൈക്കോളജി എന്നൊന്നും അല്ല ഇതിനെ പറയേണ്ടത്, ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നേരം പോക്കിന് സെയിൽസിന് വരുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ആ സമയം കൊണ്ട് വേറെ പണിക്ക് പോകുന്നത് നല്ലത്. സെയിൽസിൽ, കാരണം സെയിൽസ് ഇൻഡസ്ട്രി നശിച്ചു പോകും. അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നുണ്ടല്ലോ, വെറുതെ എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ഒന്ന് എടുത്തിട്ട് ChatGPT ചോദിക്കണം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ChatGPT പറയും ഇറ്റ്സ് സെയിൽസ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാനും ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാനും ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് നല്ല ജോബാണ് സെയിൽസ്. ഐ വിൽ സേ ഇൻ എ പ്രൗഡ് വേ ദാറ്റ് ഐ എം എ സെയിൽസ് പേഴ്സൺ. ഞാൻ സെയിൽസ് കൊണ്ടാണ് എല്ലാം നേടിയത്. ഞാൻ സെയിൽസിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഞാൻ സെയിൽസുകാരനായത് കൊണ്ടാണ് എനിക്ക് ഇന്ന് മീനാക്ഷിയുടെ മുമ്പിൽ എന്നെ ഇത്രയും വണ്ടർഫുള്ളി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജീവിതത്തിൽ എവിടെ പോയാലും സെയിൽസുകാരൻ ജീവിക്കാം. നമ്മൾ പറഞ്ഞില്ല മലയാളിക്ക് ഈ ലോകത്ത് എവിടെ പോയാലും ജീവിക്കാം. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പറയാം സെയിൽസിലുള്ളവനാണോ എവിടെ പോയാലും ജീവിക്കും. ഞാനൊരു ബുക്ക് എഴുതുന്നുണ്ട്, എൻ്റെ ബുക്കിൻ്റെ ടൈറ്റിൽ ഞാൻ വെച്ചേക്കുന്നത് എന്താണെന്നറിയോ, നല്ലൊരു ഭർത്താവാകാൻ സെയിൽസ്മാൻ ആയാൽ മതി. കാരണം സെയിൽസ്മാന് ഭാര്യയെ വഴക്കുണ്ടാക്കേണ്ട വരത്തിൽ അവന് നല്ല വൃത്തിയായിട്ട് അവന് ഭാര്യയെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ ദിവസം സെയിൽസ് ട്രെയിനിങ്ങിൽ ഒരു സെയിൽസ് സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അതെന്തിനാ ആ ബുക്ക് ഞങ്ങൾ വായിക്കുന്നതെന്ന്. ആൾ പെട്ടെന്ന് വിചാരിച്ചേ ഭർത്താവ് ആകേണ്ട ബുക്കല്ലേ അപ്പൊ ഞങ്ങൾ വായിക്കുന്നേ എന്തിനാന്ന്. ആക്ച്വലി ഇത് സെയിൽസുകാർക്കുള്ള ബുക്കാ, ടൈറ്റിൽ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയുള്ള വിവരമില്ലാത്തവരാണ് ഈ സെയിൽസിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത് നല്ലൊരു മനുഷ്യനെ സെയിൽസ്മാൻ ആവാൻ പറ്റും, നല്ലൊരു മനുഷ്യനെ സെയിൽസ് ചെയ്യാൻ പറ്റും. അത് യാഥാർത്ഥ്യമാണ്. നല്ലൊരു മനുഷ്യനല്ല നല്ലൊരു ഭർത്താവാൻ പറ്റും, നല്ലൊരു ഭർത്താവിനല്ല നല്ലൊരു അച്ഛനാവാൻ പറ്റും, നല്ലൊരു അച്ഛനെ നല്ല മനുഷ്യനാവാനും പറ്റും. അപ്പോൾ ക്ലോക്കിൽ പറഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു ബി എ ബെറ്റർ ഹസ്ബൻഡ് ബി എ സെയിൽസ്മാൻ. പിന്നെ ആരെയും എന്തിനേയും കൺവിൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള എവിടെ ഏത് മേഖലയിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരു സെയിൽസ് പേഴ്സൺ ആയാൽ നല്ലൊരു സെയിൽസ് സ്കില്ലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്നത് മേടിച്ച് കൈ വെക്കുക, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരായിരിക്കും നമ്മുടെ ലൈഫ് എങ്ങനെ പോകണ്ടേ എന്നുള്ള തീരുമാനം. നല്ലൊരു സെയിൽസ്മാന് അയാളുടെ അടുത്ത് ഒരാൾക്ക് വേണ്ടാത്തൊരു പ്രോഡക്റ്റ് ഒരുത്തം പിച്ച് ചെയ്തോണ്ട് വരുവാണെങ്കിൽ അവന് ട്രിഗർ അവൻ പറയും ഡേയ് എനിക്കിത് വേണ്ട. ഞാൻ പറയാറുണ്ട്, ഞാൻ ഓൾറെഡി ട്രെയിനറാണ്, നീ എൻ്റെ അടുത്ത് നിന്റെ സെയിൽസ് സ്കിൽ ഇറക്കണ്ട, മര്യാദക്കുള്ള പ്രൊഡക്റ്റ് എന്നോട് പറഞ്ഞാൽ മതിട്ടോ എന്ന് പറയും. ഡയറക്ട്ലി മുഖത്ത് നോക്കി പറയും. അപ്പൊ തന്നെ അവിടെ എല്ലാ പരിപാടിയും നിൽക്കും, പിന്നെ അധികം സംസാരിക്കില്ല. സോ ആ ഒരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് അറിയണം. ലൈഫ് is equal to sales is equal to life. ഓക്കെ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് നിങ്ങൾ രണ്ടുപേരും ആക്ച്വലി സോഷ്യൽ മീഡിയ അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ബിസിനസ് ഓണേഴ്സ് എല്ലാം അതായത് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും? ഡെഫിനറ്റ്ലി. അതിൽ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ ഏറ്റവും കൂടുതൽ മനോഹരമായി പറയാൻ കഴിയുന്നതും അല്ല, പേഴ്സണൽ ബ്രാൻഡിങ് മിജോയുടെ വൈഫിനെ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ കൊണ്ടുവന്ന് ആ എക്സെപ്റ്റ് തെളിച്ച് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ് ഞങ്ങൾ പറയുന്നത് എൻ്റെ പേജ് ഞാൻ തലയാൻ വളർത്തിയതാണ്. എനിക്ക് 3-4 പേജ് ഉണ്ട്. മിജോയുടെ വൈഫിനെ വെച്ചിട്ട് ഇത് ഡെറിവേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയാണ് റൈറ്റ് പ്രൊസീജിയർ അല്ല റൈറ്റ് വേ. സോ അതാ ഞാൻ പറഞ്ഞത്, ഇതിനെ എന്നേക്കാൾ മനോഹരമായി മിജോയ്ക്കായിരിക്കും പറയാൻ കഴിയുന്നത്. മിജോ പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അല്ല, അതായത് ഇദ്ദേഹം പ്രൂവൺ ഫാക്ടറാണ്, അങ്ങനെ പറയുന്ന എളിമയൊന്നും നോക്കണ്ട. കാരണം പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെയാണ് വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ജാക്സന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം കുറെ വർഷങ്ങൾ ട്രെയിനിങ് ഒക്കെ എടുത്തു, ആരും പുറത്തറിയില്ല. അറിയുന്നവർ വീണ്ടും വീണ്ടും വരും, റഫറൽ വരെ ബിസിനസ് വരും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് വേറെ നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും കണക്ഷൻസ് വരാൻ തുടങ്ങിയ. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ, അയാളുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിക്കുക, അവർക്കത് കൊടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ട്രെൻഡ് മാറി. വർഷങ്ങളായിട്ട് ഒരു ബ്രാൻഡ് നെയിം, ആ ബ്രാൻഡ് ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എല്ലാവരും ബ്രാൻഡിനെ വിശ്വസിച്ച് വാങ്ങുമായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പുതിയൊരു ട്രെൻഡ് ഓൺ ആയതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഓൺ ആയിട്ട് ഒരു 4 വർഷമോ 5 വർഷമോ ആയിട്ടുണ്ടാവും. സ്ട്രോങ് ആയി 6 ഇയർ ഒക്കെ ആയിട്ടുണ്ട്. അതിനു മുന്നേ ആണ്, ആ സമയത്താണ് യൂട്യൂബേഴ്സ് വരാൻ തുടങ്ങിയതും സ്ട്രോങ് ആവാൻ തുടങ്ങിയതും. ഒരു വ്യക്തികൾ, അതായത് ബിസിനസ് ഒന്നും ഇല്ലാത്ത സാധാരണ വ്യക്തികൾ വരാൻ തുടങ്ങി. ആ ട്രസ്റ്റ് അത് വന്നു തുടങ്ങിയപ്പോഴാണ് ബ്രാൻഡ് ഓണേഴ്സ് പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ, ഇത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്,
പല ബിസിനസ് ഓണേഴ്സും ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള. പക്ഷെ ഇതൊരു ട്രെൻഡ് ആയത് ഒരു 5-6 വർഷം. അല്ല, അതിന് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡെറിവേറ്റ് ചെയ്യാം. യൂട്യൂബേഴ്സ് എപ്പോൾ ബിസിനസ് തുടങ്ങി അവരുടെ ഫേസ് വാല്യൂ കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് സെല്ലായപ്പോൾ, അവരുടെ ക്രെഡിബിലിറ്റി കൊണ്ട് സെല്ലായപ്പോഴാണ് ഇതിന്റെ വാല്യൂ എല്ലാവരും മനസ്സിലാക്കിയത്. സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഞാൻ വന്ന് സംസാരിച്ചാൽ ട്രസ്റ്റ് വരും എന്നുള്ള. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, ആരൊക്കെയാണോ ഒരു ബിസിനസ് ഓണർ മുന്നിൽ വന്ന് വീഡിയോ ചെയ്യും, ആളുകളുടെ മുന്നിൽ ധൈര്യത്തോടെ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രൊഡക്റ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിനെ പ്രൊഡക്റ്റ് പറയണമെന്നില്ല, അയാളുടെ ലൈഫിനെ കാണിച്ചാൽ മതി, ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി, ബിസിനസ് നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോ കാണിക്കാത്ത ഒരു പ്രശ്നത്തിലായി. മനസ്സിലായോ? ഇഷ്യൂ അവര് നല്ല ആൾക്കാരായിരിക്കും, പ്രൊഡക്റ്റ് നല്ലതായിരിക്കും, പക്ഷെ ആരാണോ മുന്നിൽ വരുന്നത് അവർക്ക് വാല്യൂ കൂടുതൽ കിട്ടി തുടങ്ങി എന്നുള്ള. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യണേ, പൈസ ചെലവില്ലാത്ത കാര്യമല്ലേ ഈ ഒരു ഐഫോണോ അല്ലെങ്കിൽ നല്ലൊരു ആൻഡ്രോയിഡ് ഫോണോ ഒരു മൈക്കോ ഉണ്ടെങ്കിൽ ഏത് ബിസിനസ് ഓണറിനും ഇപ്പൊ മുന്നിൽ വരാം. അല്ലാതെ കുറെ ഗിമിക്സ് കാണിച്ച് കുറെ വൈറാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതല്ല കാര്യം. എനിക്ക് ഇതിനകത്ത് ഇപ്പൊ പറയുമ്പോൾ തന്നെ ഇന്നലെ തന്നെ ഉണ്ടായ, ഞാൻ പക്ഷെ ബ്രാൻഡ് നെയിം പറയണില്ല, എല്ലാവർക്കും നോക്കിയാൽ കിട്ടും. ഇന്നലെ തന്നെ നമ്മളുടെ ഒരു വലിയ ബ്രാൻഡിന്റെ ഓണർ ഒരു ടെസ്റ്റിൽ പങ്കെടുത്തു. എന്താണെന്നറിയോ, നമ്മുടെ ട്രൂ ടെസ്റ്റ്, സത്യം പറയുന്നത്, നിങ്ങളുടെ ബ്രാൻഡിൽ മായമുണ്ടോ? ഇല്ല. പുള്ളി ലൈവായിട്ട് നമ്മുടെ ലൈവ് ഡിറ്റക്ടിങ്ങിൽ ഇരുന്ന് കാണിച്ചു. എത്ര ബ്രാൻഡ് ഓണേഴ്സിന് അത് പറ്റും? പുള്ളി പറഞ്ഞതെല്ലാം സത്യമാണ്. മുന്നിൽ ആയിരങ്ങൾ ഇരുന്നിട്ടാണ് പുള്ളി അത് ചെയ്തേ. ലൈവ് ഡിറ്റക്ടിങ് മെഷീനിൽ ഇരുന്ന് നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് എന്താണ്, ഇതാണ്, നിങ്ങളുടെ ബ്രാൻഡിൽ മായമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ബ്രാൻഡ് ഉപയോഗിച്ച മക്കൾക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാം. അയാളതാ കഴിക്കുന്നതെന്ന് അയാൾ ലാസ്റ്റ് പറഞ്ഞ് അത് സത്യമാണ്. ആ ബ്രാൻഡിന് കിട്ടുന്ന വാല്യൂ ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ നോക്കുവാണെങ്കിൽ, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് IPO പോയി നോക്കാം. IPO ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഇന്ന് മിനിമം 13-14% ഗ്രോത്ത് ആ ബ്രാൻഡിനുണ്ടാവും. ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് പുള്ളി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ ഷെയർ വാല്യൂ പുള്ളിക്ക് കിട്ടും. ഇന്ന് അയാളുടെ ഷെയർ വിറ്റ് പോകുന്നത് മിനിമം ഞാൻ പറയുന്ന 1500 രൂപയ്ക്കായിരിക്കും ഒരു ഷെയർ പോകുന്നത്. കാരണം ലാസ്റ്റ് വരെ നോക്കി എനിക്ക് തോന്നുന്നു ഒരു 400-450 ഉണ്ടാവുള്ളൂ ആ ഷെയർ വാല്യൂ. അത് 1500 രൂപയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അത് ഒരു ബ്രാൻഡ് ഓണർ അയാളുടെ ക്രെഡിബിലിറ്റിയെ ജനങ്ങളുടെ മുമ്പിലേക്ക് ചലഞ്ച് ചെയ്ത് കാണിക്കുന്നിടത്താണ്. അതൊരു വെറൈറ്റി ഒരു സ്ട്രാറ്റജിയാണ് ആക്ച്വലി, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ കാരണം അതൊരു ഫുഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാട്ടോ അത് എസ്പെഷ്യലി ഞാൻ പേര് പറയാത്തത്. അത് ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ ഈ പോഡ്കാസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ഓൾറെഡി അതിനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരാഴ്ച ബാക്കിലുള്ള വാർത്ത നോക്കിയാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ചെയ്യാൻ ഇപ്പം ഇതേ സാധനമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഞങ്ങളുടെ MOUയിൽ ഞങ്ങൾ ചെയ്യുന്നൊരു സാധനമുണ്ട്, മിനിമം ഗ്രോത്ത് 9-15% എഴുതി കൊടുക്കുന്നത്. ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നൊരു സാധനമാണ്, ഞങ്ങൾ തന്നിരിക്കും. അപ്പൊ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇപ്പോൾ വേറെയും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്ന പോലെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് ഇപ്പൊ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ഇനി ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് മാറും വീണ്ടും. കാരണം പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ ഒരുപാട് ഫേക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്ത് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുള്ള ഹിസ്റ്ററി കിടക്കുന്നതുകൊണ്ട് ഇതിന്റെ ട്രസ്റ്റ് ലെവൽ ഇനി കുറയും ഒരു ഘട്ടമെത്തുമ്പോൾ. അപ്പോൾ ഇപ്പോൾ റൈറ്റ് നൗ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, അത് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, അതിനകത്ത് എന്താ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് വെറുതെ സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോ ഇട്ട് കുറെ റീച്ച് ഉണ്ടാക്കി വൈറാലിറ്റി ഉണ്ടാക്കലല്ല. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇൻ പേഴ്സണും കൂടി, അതായത് ഓഫ്ലൈനും കൂടിയും വരണം. പല ക്രെഡിബിൾ പ്ലാറ്റ്ഫോംസിൽ പേരുകൾ വരണം. ഇപ്പൊ ഞങ്ങളുടെ തന്നെ പല ആർട്ടിക്കിളുകളിൽ വരാറുണ്ട്, പല ഷോസിൽ, പല ഇവന്റ്സിലൊക്കെ ഞങ്ങൾ പ്രസന്റ് ആവാറുണ്ട്. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും അത് വരാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈനിലൂടെ മാത്രം ഇനി പോരാ, ഓഫ്ലൈനും കൂടിയും വരണം. കാരണം പല കമ്പനികളും ഈ മാർക്കറ്റിംഗ് വരെ ഓൺലൈൻ മാത്രം ഇനി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് റിയലൈസ് ചെയ്ത് തുടങ്ങി. കാരണം സാച്ചുറേറ്റഡ് ആയി, ലിമിറ്റ് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ വൺ ഓഫ് ദി ക്ലയന്റ് അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് ഒരു മാസം 30-50 മില്യൺസ് ആണ് വ്യൂസ് പോകുന്നത്. ഓരോ വീഡിയോ 10 മില്യൺ, 5 മില്യൺ, 6 മില്യൺ ഒക്കെ. കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? അപ്പോൾ അതിൻ്റെ ഒരു കഴിയാറായി. അപ്പൊ വേറെ സ്ട്രാറ്റജീസ് വേണം. അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങിലും ശ്രദ്ധിച്ച് വേണം പേഴ്സണൽ ബ്രാൻഡിങ് ഹാൻഡിൽ ചെയ്യാൻ. വെറുതെ തോന്നിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ
സ്വന്തം ക്രെഡിബിലിറ്റിയും പോവും, ബ്രാൻഡ് ക്രെഡിബിലിറ്റിയും പോവും, ഉദ്ദേശിച്ച റിസൾട്ടും കിട്ടില്ല. പിന്നെ വേറൊരു കുഴപ്പം കൂടി ഉണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ, ഇതൊരു കിക്കാണ്. വ്യൂസ്, ക്രെഡിബിലിറ്റി, വാല്യൂ, നാലാള് ഷെയർ ഒക്കെ കണ്ടു കഴിയുമ്പോൾ തിരിച്ചറിയുമ്പോ ചേട്ടാ ഞാൻ സാറിന്റെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളോടും പലപ്പോഴും പല സ്ഥലത്തും പറയും ഞാൻ ചേട്ടനെ കണ്ടിട്ടുണ്ട്, പേര് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ലായിരിക്കും, ചേട്ടൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ചേട്ടൻ്റെ വൈഫിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, അതുപോലെ ജാക്സന്റെ സാറിന്റെ വീഡിയോ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ നമുക്കതൊരു കിക്കാണ്. ഇതിൽ വീണു പോകുന്നവരുണ്ട് കുറെ. അപ്പൊ എന്തുണ്ട്, അവരുടെ ഇന്റൻഷൻ മാറും. ബ്രാൻഡ് വളർത്തുക എന്നുള്ളതിന് പകരം പേഴ്സണൽ ബ്രാൻഡ് വളർത്താൻ, റീച്ച് ഉണ്ടാക്കാന്നാവും, തോന്നിയ പോലെ ചെയ്യും. ചിലർ ഗിവ് അവേസ് കൊടുക്കും, ചിലവർ വേറെ, അതായത് വളരെ റോങ് സ്ട്രാറ്റജിയിലൊക്കെ പോകും. അപ്പോൾ വളരെ ഗൈഡൻസിലും ശ്രദ്ധിച്ചും ഒരു മെന്റർഷിപ്പിലും ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് മറ്റുള്ളവർ പേഴ്സണൽ ആയിട്ടുള്ളവർ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. ഇൻഫ്ലുവൻസേഴ്സ് ഒരു ബ്രാൻഡ് ഓണർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഇതാണ് ഞങ്ങൾ സ്ട്രോങ്ലി കാരണം എന്ന് പറയുന്നത് എന്താ പറയുക, ഇനി നാളെ ഈ ഒരു ബ്രാൻഡിനെ IPO ലിസ്റ്റ് ചെയ്യാൻ പോകാന്ന് വെച്ചു, അപ്പൊ ഇത് നോക്കും, ഇതും ഒരു ഘടകമായിരിക്കും. അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രസൻസ് ഉണ്ടോ, അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് നെഗറ്റീവ് ഉണ്ടോ, നാളെ ഷെയർ വാങ്ങാനും നാളെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴൊക്കെ ഇത് വാല്യൂബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പൊ ഇതിനെ ഭയങ്കരമായിട്ട് നോക്കിയാലേ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പോസിറ്റീവ് ഇതാണ്, നേരത്തെ പറഞ്ഞ പോലെ ജാക്സൺ പറഞ്ഞ, ഞങ്ങൾ പലരെയും സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളൊരു കമ്പനി ചെയ്തു ഇത്ര കോടി വാല്യുവേഷനിൽ എത്തിക്കുന്നു, നിങ്ങൾ സെല്ല് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത കമ്പനി തുടങ്ങണമെങ്കിൽ ഈ ബ്രാൻഡ് വാല്യൂ മതി, ഫേസ് വാല്യൂ മതി. അതുണ്ടെങ്കിൽ മറ്റുള്ള ഫേസ് വാല്യൂ ഇല്ലാത്തവരെക്കാളും കുറച്ചും കൂടി ഈസിയാണ്. സോ ഏറ്റവും ഇതാണ്. അപ്പം ഇതെല്ലാം ഇന്നത്തെ ആവശ്യമായ ഘടകങ്ങൾ തന്നെയാണ്. അപ്പം ബിസിനസ്സിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സൊല്യൂഷൻ ഇവിടെ ഇപ്പോണ്ട്. അപ്പൊ ഇവരുടെ അടുത്തേക്ക് പോവുക. അപ്പം നമ്മുടെ ബ്രാൻഡ് യാത്രയിലേക്ക് വന്നതിലും ഇത്രയും നേരം എന്നോടൊപ്പം സംസാരിച്ചതിലും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഞങ്ങളെയും ഇതിൽ ഇൻവൈറ്റ് ചെയ്തത് താങ്ക് യു.